نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ഒന്നുകൂടി ക്രമപ്പെടുത്തണം എന്നാദ്യമേ എന്നോടും പിന്നെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. കുറച്ചുകൂടി മുമ്പോട്ട് സ്വസ്ഥ നോക്കാതിരുന്നാൽ പുറത്തുള്ള ആളുകൾക്ക് കയറിയിരിക്കണം. പിന്നുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സന്തോഷത്തിൻ്റെ 2 ദിവസങ്ങളിൽ ഒന്നിലൂടെ നമ്മൾ കടന്നു പോകും. അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞുകൂടുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിയ്യത്ത് വെച്ച് അതിൻ്റെ കർമ്മങ്ങളുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും മാതാവ് ഹാജറ ബീബി അങ്ങനെ തുടങ്ങിയുള്ള കുറേ ത്യാഗത്തിൻ്റെ ഓർമ്മകളും കഥകളും അതുവഴി അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹു നിശ്ചയിച്ച കുറേ മഷ്അറകളെ ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെയാണ് ബലിപെരുന്നാളിലൂടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഉളഹിയത്ത് എന്ന കർമ്മത്തിലേക്ക് കടക്കുന്നത്. ഈ തരുണത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ ഓർത്തെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉമ്മ ഹാജറ ബീവി, ഇവർക്കുമായി ബന്ധപ്പെട്ടതും മറ്റ് അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടതുമായ കുറേ സ്ഥലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഷ്അറകളായി കണക്കാക്കി. നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹു എന്ന് പറയുന്ന നമ്മൾ സത്യവിശ്വാസികൾ വമൻ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്, മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത്. ആ അള്ളാഹുവിനുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ മറ്റുള്ള എല്ലാറ്റിനെയും അമ്പിയാക്കന്മാരെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, ഭൂമുഖത്ത് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മുഴുവൻ സ്നേഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഏറ്റവും കടുത്ത സ്നേഹം
കാണിക്കുന്ന ഒരാളെ കൺമുമ്പിൽ കാണാൻ അവസരം കിട്ടുക എന്നത് ഓരോരുത്തരുടെയും ദാഹമാണ്. ആ ദാഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിനെ കാണാനുള്ള ശക്തിയൊന്നും നമ്മുടെ കണ്ണുകൾക്കില്ല. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയില്ലെന്നതൊരു നേരാണ്. മൂസാ നബിയുടെ ചരിത്രത്തിലൂടെ, മൂസാ നബിയുടെ ആവശ്യത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാണാൻ കഴിയില്ല മൂസ എന്ന വസ്തുത. പക്ഷേ ആ അള്ളാഹുവിനെ കാണുന്നതിന് പകരം കുറേയൊക്കെ ഒരാശ്വാസം ഈ മനസ്സിലിങ്ങനെ കെട്ടിപ്പൂട്ടിൽ കൊടുക്കുന്ന സ്നേഹത്തിന് കൊണ്ടു നടക്കുന്ന സ്നേഹത്തിന്റെ ഈ കുറച്ചൊക്കെ ഒരാശ്വാസം കിട്ടുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഷ്അറകൾ രൂപപ്പെടുത്തി വെച്ചത്. ആ മഷ്അറുകളിൽ കുറേ എണ്ണം നിൽക്കുന്ന ഒരു സ്ഥലത്തു കൂടെയാണ് നമ്മുടെ സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നടന്നു പോകുന്നത്. സ്നേഹവായ്പോടുകൂടി അവർ തവാഫ് ചെയ്ത ഒരു മന്ദിരമുണ്ടല്ലോ, കഅബാലയം. ആ കഅബാലയത്തിന്റെ അവർ ആ കഅബാലയത്തെ ഇടതുവശത്താക്കി ആന്റി ക്ലോക്ക് വൈസിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ പ്രദക്ഷിണം പ്രപഞ്ചത്തിന്റെ ഒരു താളമായി അല്ല, ബൈത്തുൽ മഅ്മൂറിൽ അള്ളാഹുവിന്റെ മലായികത്ത് പ്രദക്ഷിണം ചെയ്യുന്ന അതേ ദിശയിൽ ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഈ ഭൂമുഖത്തുള്ള ഈ ലോകത്തുള്ള സകലത്തിന്റെയും ഓരോ അണുവിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ വലയം ചെയ്യുന്നത് മുതൽക്കങ്ങോട്ട് ആകാശലോകത്തെ മഹാപ്രപഞ്ചത്തിലെ ഗാലക്സികളിലെ നക്ഷത്രങ്ങൾ പോലും കറങ്ങുന്നത്, അങ്ങനെ നോക്കിയാൽ എല്ലാം കറങ്ങുന്ന ഒരേ ദിശയിൽ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ താളമായി മാറുന്ന ആ ഗേഹമുണ്ടല്ലോ, ആ ഗേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഗേഹത്തെക്കുറിച്ച് ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഈ ദേശത്തെ, ഈ രാജ്യത്തിന്റെ റബ്ബിനെ ആരാധിക്കണം, അവനെ മാത്രം ആരാധിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലദീ ഹറമഹ, അതിനെ ഒരു ഹറമാക്കി മാറ്റിയിട്ടുണ്ട്. വലഹു കുല്ലു ഷൈഇൻ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. അങ്ങനെ ഈ ഹറമുകളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടെ ചെല്ലാൻ ആഗ്രഹിക്കുകയും അവിടെ ചെന്നുപോരുകയും ചെയ്യുന്ന ഒരു നല്ല മുസ്ലിമായി ജീവിക്കണം എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഗേഹം ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക എന്ന് വിശുദ്ധ ഖുർആൻ പറയുക വഴി ലോകത്ത് ഇതാദ്യമേ നിലനിൽക്കുന്ന ഒന്നാണെന്നും ഇബ്രാഹിം നബി അതിന്റെ പുനർനിർമ്മാണം മാത്രമാണ് നടത്തിയതെന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ആ ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഭവനം, അതിന്റെ നിർമ്മാണം അള്ളാഹുവിന്റെ മാലാഖമാരാണോ നിർവഹിച്ചത്, അതല്ല ആദം നബിയുടെ കാലത്താണോ എന്ന വിഷയത്തിലൊക്കെ ആളുകൾ ചർച്ച നടത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തീർത്തു പറഞ്ഞൊരു വസ്തുത ഇതാണ് ആദ്യത്തെ ഭവനം എന്നാണ്. അപ്പോ ലോകത്ത് മനുഷ്യന്മാരുള്ള ആദ്യ കാലം തൊട്ട് ആ ഭവനം അവിടെയുണ്ട്. ആ ഭവനം ഈ നേരത്തെ പറഞ്ഞ മഷ്അറുകളിൽ ഒന്നാണ്. ആ ഭവനത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി നിന്റെ ഈ പിഞ്ചോമന നീ പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നിനക്ക് കിട്ടി ഈ പൊന്നോമനയുണ്ടല്ലോ, ആ പൊന്നോമനെയും മാതാവിനെയും ഈ ഒരു മനുഷ്യനില്ലാത്ത ഈ സ്ഥലത്ത് ഈ ഭവനം, ഒരു ഭവനം അവളുണ്ടായിരുന്നു. ആ ഭവനത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കാണെങ്കിൽ പറ്റാത്ത ഒരു ത്യാഗമാണത്. ത്യാഗം എന്നൊക്കെ നമുക്ക് നാവ് കൊണ്ടുവിടാനാവും. ഇബ്രാഹിം നബിയെ പോലെയുള്ള, ഇസ്മായിൽ നബിയെ പോലെയുള്ള ആളുകളുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് ത്യാഗം എന്തെന്നറിയുക. തവക്കുലിന്റെ വല്ലാത്ത പാഠങ്ങൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാനാവും. അല്ലാഹു അമറക ബിഹാദ എന്നൊരൊറ്റ ചോദ്യമാണ് ആ സഹധർമ്മിണി അത് ഭർത്താവിനോട് ചോദിക്കുന്നത്. തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഹാജറ ബീവിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഒരൊറ്റ ചോദ്യം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഈ തിരിച്ചു പോകുന്നത് എന്ന് മാത്രമായിരുന്നു. അതെ എന്ന് തിരിഞ്ഞു നോക്കാതെ മറുപടി പറയുമ്പോ എങ്കിൽ അള്ളാഹു ഞങ്ങളെ കുഴക്കുകയില്ല എന്ന തവക്കുലിന്റെ ശക്തമായ ഒരു അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹാജറ ബീവിയുടെ ചരിത്രം. എന്നിട്ട് വെള്ളം തീർന്നു പോയപ്പോ 2 കുന്നുകൾ അപ്പുറവും ഇപ്പുറവും കാണുന്നുണ്ട്. ആ കുന്നുകളിൽ ചടഞ്ഞിരിക്കാതെ എന്താണ് ഒരു തവക്കുലിന്റെ ഭാഗങ്ങൾ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. ആ പ്രദേശം സഫയുടെയും മറുവയുടെ മുകളിൽ കയറിയിട്ട് ആ സ്ത്രീ ഇങ്ങനെ ഓടുന്ന ഒരു സംഭവം, ഒരു പൈതലിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വെമ്പലിൽ ഒരു മാതാവ് ഓടുന്ന ഓട്ടത്തെ അനുസ്മരിക്കുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ അവിടെ സായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സായിൽ ഹാജറ ബീവിയുടെ തവക്കുലിനെ കുറിച്ച് നന്നായി പഠിക്കുന്ന ഒരവസ്ഥ. ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ദൗത്യങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണെങ്കിൽ ആ പരീക്ഷണങ്ങളെ
കൃത്യമായി ക്ഷമയോടെ നേരിടാനുള്ള വല്ലാത്തൊരു മനസ്സ് പാകപ്പെടുത്തിയിരുന്നു ആ ഉപ്പ. പിന്നീട് അവിടെ വരുന്നത് ഇബ്രാഹിം മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇതിനു മുമ്പ് ഒരു വരവ് ആ പിതാവ് അവിടെ വന്നിരുന്നു. ആ പിതാവ് അവിടെ വരുന്നത് തൻ്റെ മകനോട് ഒരു അള്ളാഹുവിൻ്റെ കൽപ്പന പറയാനാണ്. ഒരു മകൻ, ഒരു കൊച്ചുമകൻ, ആറ്റുനോറ്റുണ്ടായ ഒരു പുന്നാരമോൻ അല്പമൊക്കെ വളർന്നിങ്ങനെ വലുതായി വരുന്ന സന്ദർഭത്തിൽ നിന്നെ അറുക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന്. ആ കൽപ്പനയുമായി വരുമ്പോൾ ഒരു മകനെ ആ ഉപ്പ വളർത്തിക്കൊണ്ടുവന്നത്, ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവരുന്നത് സത്യജിദിനി ഇൻഷാ അല്ലാഹു സാബിരീൻ എന്നുറക്കെ പറയാൻ പറ്റാവുന്ന അവസ്ഥയിലാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നടപ്പിലാക്കണം. എന്നെ ക്ഷമാശീലരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാനാവും എന്ന് പറയുന്ന മക്കൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് പലപ്പോഴും അള്ളാഹുവിനെ തന്നെ മറന്നു പോവാൻ കാരണമാകുന്നത് മനുഷ്യനും. അള്ളാഹ് നൽകിയ ഭാര്യ, അള്ളാഹ് നൽകിയ സന്താനങ്ങൾ, അള്ളാഹ് നൽകിയ സമ്പത്ത്, അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ, അള്ളാഹു നൽകിയ അധികാരങ്ങൾ, അങ്ങനെ പലതും അള്ളാഹുവെ തന്നെ മറന്നു പോവാൻ ഇടയാകുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന ഘട്ടമുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് ഈ മകനോടാണോ അതല്ല എന്നോടാണോ കൂടുതൽ സ്നേഹം എന്ന പരീക്ഷണമായിരുന്നു അത്. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന സ്വപ്നമായി വന്ന ആ ദിവസമായതുകൊണ്ടാണ് ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്ന പേര് വന്നത് എന്ന് ഈ അഭിപ്രായാന്തരങ്ങളിൽ പ്രബലമായ ഒരു അഭിപ്രായമായി ഉയർന്നു നിൽക്കുകയും കൂടി ചെയ്യുന്നു. അന്ന് യൗമു തർവിയ ദുൽഹജ്ജ് 8 ആളുകൾ ഇങ്ങനെ മിനായിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടല്ലോ, ആ ദിവസത്തെ യൗമു തർവിയ എന്ന് വിളിക്കും. പ്രബലമായ ഒന്നാമത്തെ അഭിപ്രായം ഹാജിമാർ വെള്ളം ശേഖരിക്കുന്നത് കൊണ്ടാണത് എന്ന് പറഞ്ഞു വെച്ചവരുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അഭിപ്രായം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അന്ന് ആ ദിവസമാണ് ദുൽഹജ്ജ് 8 അങ്ങനെ ഒരു സ്വപ്ന ദർശനമുണ്ടായത് എന്ന്. ആ ഒരു സ്ഥലത്തേക്ക് മകനെ ചരിച്ചു കടത്തിയ ഒരു സ്ഥലം നമ്മളിപ്പോഴും പോകുമ്പോൾ കൃത്യമായ സ്പോട്ട് രേഖപ്പെടുത്തി വെച്ച സ്പോട്ട് കണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ തിരിച്ചു പോരുന്നു. ആ ഒരു മണ്ണുണ്ട് അവിടെ. ആ ഒരു മണ്ണിലേക്ക് ആളുകളെ 5000 വർഷങ്ങൾക്കപ്പുറം ഒരു കൽപ്പനയുണ്ടാകുന്നു അള്ളാഹുവിന്റെ പക്കൽ നിന്ന്. നീ വിളിക്കണം ഇബ്രാഹിം ആളുകളെ ഹജ്ജിന് വരാൻ വേണ്ടി. അവർ കാൽനടയായും അല്ലാതെയും ക്ലേശപ്പെട്ടും എങ്ങനെയുമൊക്കെ അവിടെ വരും. അങ്ങനെ വന്നാൽ അവർ താമസിക്കേണ്ട സ്ഥലങ്ങൾ, അവർ തവാഫ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, അവർ സഅയ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പോരിശയാക്കപ്പെട്ട ഹറമുകളാക്കി മാറ്റുകയും മശ്അറുകളാക്കി വെക്കുകയും ആ മശ്അറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ വിശ്വാസികളായ ആളുകളെ വിശ്വാസത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുകയും ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ യൗമു തർവിയ എന്ന് പറയുന്ന മിന എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ഈ മകനെ അറുക്കാനായി ചരിച്ചു കിടത്തിയ സ്ഥലമുള്ളത്. ദൈവികമായ ഒരു കൽപ്പന അനുസരിക്കുന്നതിന് മുമ്പിൽ എപ്പോഴും വിലങ്ങുതടിയായി നിൽക്കുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസിനെ കല്ലെറിഞ്ഞോടിച്ച സ്ഥലമുള്ളത്. ആ സ്ഥലത്ത് ജംറകൾക്ക് മുകളിൽ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രതീകാത്മകമായി അള്ളാഹുവിന്റെ കൽപ്പനപ്പ് എന്തിനെറിയണം, എന്തിനങ്ങനെ ചെയ്യണം, എന്തിനിങ്ങനെ ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമില്ല. മതപരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണെങ്കിൽ അത് ഞങ്ങൾ അങ്ങനെ ശിരസാ വഹിക്കുന്നു എന്ന് ചോദ്യം ചെയ്യാതെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ചുരുക്കപ്പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ആണോ കൽപ്പിച്ചത് എങ്കിൽ എന്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. അള്ളാഹുവിന്റെ കിതാബാണോ പറഞ്ഞത് എങ്കിൽ എന്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്റെ ചിന്തയും എന്റെ ബുദ്ധിയും ഞാൻ മാറ്റി വെക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയോടൊപ്പം നിൽക്കുന്നു എന്ന സ്ഥലം. ഈ 70 അമ്പിയാക്കന്മാർ നമസ്കരിച്ച ഒരു പള്ളി മസ്ജിദുൽ ഖൈഫ് നിലകൊള്ളുന്ന മണ്ണിൽ ഈ യൗമു തർവിയയിൽ ഈ പറയുന്ന 20 ലക്ഷവും 20 ലക്ഷത്തിൽ മുകളിലും ഉള്ള ആളുകൾ കൃത്യമായി ശാന്തമായി താമസിക്കുന്ന ഒരു പശ്ചാത്തലം. ഈ സ്ഥലത്ത് തന്നെയാണ് ഈ സംഗതികളൊക്കെയുള്ളത്. യൗമു തർവിയ മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ അവസാനത്തെ ദിവസം വരെ അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും പോകുന്ന ആ
ആ സമയമൊഴിച്ച് ബാക്കിയുള്ള ഈ ഹജ്ജ് ഉദ്ദേശിച്ചു വരുന്ന മുഴുവൻ ആളുകളും അവിടെ തങ്ങുന്നു. അറഫയിലേക്ക് പോവുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. അവർ അറഫയിൽ പോയി. അങ്ങനെ ഈ മശ്അറുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം, ആദമും ഹവ്വയും സന്ധിച്ചത് അവിടെയാണെന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. അവിടെ വെച്ചാണ് ആളുകൾ, ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്നെ ഞാൻ തിരിച്ചറിയുന്നത്, നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ എണ്ണി പറയുകയാണ്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന് പിഴവുകൾ പറ്റും, മനുഷ്യന് തെറ്റുകൾ പറ്റും, മനുഷ്യൻ അബദ്ധങ്ങൾ സംഭവിക്കും, മനുഷ്യൻ ക്രൂരതകൾ കാണിക്കും. മനുഷ്യൻ അങ്ങനെയാണ്. ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ പക്കൽ കൈ ഉയർത്തി പറഞ്ഞാൽ എത്ര കൂമ്പാരമായി തെറ്റുകളുണ്ടെങ്കിലും ശരി, ആ കൂമ്പാരമായി കിടക്കുന്ന തെറ്റുകളൊക്കെയും നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ മതം കൃത്യമായി പറയുന്നതാണ്. എന്നിട്ട് ആ ദശലക്ഷക്കണക്കിന് ആളുകളെ നോക്കിയിട്ട് മലക്കുകളോട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഊറ്റം കൊള്ളും നമ്മെക്കുറിച്ച്, മനുഷ്യവർഗത്തെക്കുറിച്ച് എന്ന് നമ്മളോട് ഇസ്ലാം മതം പറഞ്ഞു തരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് ഹജ്ജ് എന്ന് പഠിപ്പിച്ച ആ സ്ഥലത്താണ് ഈ ദശലക്ഷങ്ങൾ സമ്മേളിച്ചത്. ആണ്ടോടാണ്ട് തങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചു പോരുന്ന സ്ഥലത്തിന്റെ പേരാണ് അറഫ. ഈ അറഫ മൈതാനിയിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്നത്. ജനലക്ഷങ്ങൾ പ്രാർത്ഥനയായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ നിയമങ്ങൾ, വിധികളും വിലക്കുകളും ഇതാ ഇവിടെ പൂർത്തിയാകുന്നു. ഇന്നില്ലാത്ത നിയമങ്ങൾ നാളെ മതത്തിന്റെ നിയമങ്ങളായി ഒന്നുകൂടാ. ഇന്നുള്ള നിയമങ്ങൾ നാളെ മതത്തിന്റെ നിയമങ്ങൾ അല്ലാതാക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് കൃത്യമായി പറയുന്ന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് ഈ മതത്തെ തൃപ്തിപ്പെട്ടു തരികയാണ്. ഈ മതം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള വല്ലാത്തൊരു അനുഗ്രഹമാണ്, വല്ലാത്തൊരു റഹ്മത്താണ്, കാരുണ്യമാണ്. അതിന്റെ അർത്ഥത്തിൽ സ്വീകരിക്കുകയും പാരമ്പര്യമായി ബാപ്പയും ഉമ്മയും അങ്ങനെ ആയതുകൊണ്ട് ഞാനും ആയിപ്പോയി എന്ന് വിചാരിക്കാതെ ഇത് വല്ലാത്ത ദൈവികമായ ഒരു അനുഗ്രഹമാണ് എന്ന് കരുതിയിട്ട് ഇതിനെ വാരിപ്പുണരാനും അത് സ്വീകരിക്കുവാനും അതിന്റെ മുന്നണി പോരാളിയാകാനുമുള്ള ത്വരയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അൽയൗം യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും ഫലാ തഖ്ശൗഹും വഖ്ശൗനി എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് ആരംഭിക്കുന്നത്. ഇന്നേ ദിവസം ഈ കാഫിറുകളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ നിങ്ങളെക്കുറിച്ച് നിരാശരായിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്തു കളയാം, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കളയാം, നിങ്ങളെ നശിപ്പിച്ചു കളയാം, നിങ്ങളെ അങ്ങനെയാക്കി കളയാം എന്നൊക്കെ തക്കം പാർത്ത് കഴിഞ്ഞിരുന്നു അവർ കുറെ കാലം. പക്ഷേ അവരിപ്പോൾ നിരാശരാണ്. വിശ്വാസികളായ ആളുകൾ അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മേൽ ഏതൊക്കെ ശത്രുക്കൾ പുതിയതായി രൂപപ്പെട്ടു വരികയും പഴയ ശത്രുക്കളും പുതിയ ശത്രുക്കളും മുന്നണിയായി കൈകോർക്കുകയും ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഓഫർ ഉണ്ട് നമ്മുടെ മുമ്പിൽ. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുവഹിദുകളായി ജീവിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ താർത്താനോ തോൽപ്പിക്കാനോ, നിങ്ങളെ ഇകഴ്ത്തുവാനോ, നിങ്ങളെ തരം താഴ്ത്തുവാനോ, നിങ്ങളെ പരാജയപ്പെടുത്തുവാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. പുതിയ പുതിയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളട്ടെ. ആ കോമരങ്ങളൊക്കെയും അള്ളാഹു പറഞ്ഞ ഈ ഓഫറിന്റെ പിന്നാമ്പുറത്തെ നിൽക്കുന്നുള്ളൂ എന്ന് വിശ്വാസികളായ ആളുകൾ പറയണം. സ്വഹാബത്ത് കണ്ണീരോടെ കേട്ടുനിന്നൊരു പ്രസംഗമുണ്ട്. ഹജ്ജത്തുൽ വദായിൽ ഈ അറഫ മൈതാനിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്ത ഒരു കൊല്ലം ഇവിടെ ഈ സന്ദർഭത്തിൽ വെച്ച് ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കണ്ടുമുട്ടാൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാന നാളുകൾ പ്രഖ്യാപിക്കുന്ന സൂചന നൽകുന്ന ആ പദങ്ങൾ ലക്ഷത്തിലേറെ സഹാബത്ത് കേട്ടത് കണ്ണീരോടെയാണ്. ആ കണ്ണീരോട് കൂടിയുള്ള ആ പ്രഖ്യാപനം ലോകത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു എന്ന് നമ്മൾ പറയുന്ന പ്രഖ്യാപനങ്ങൾ നടക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ലാ ഫളല വലാ അലാ അറബിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അഹ്മർ അലാ അസ്വദ് വലാ അസ്വദ് അലാ അഹ്മർ. നിങ്ങൾ അറബിയെന്നോ അനറബിയെന്നോ നിങ്ങൾക്ക് വ്യത്യാസമില്ല. അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകുന്നത് തഖ്വ കൊണ്ടാണ്.
ചുവന്നവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകുന്നത് തഖ്വ കൊണ്ടാണ്. കറുത്തവന് ചുവന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകുന്നത് തഖ്വ കൊണ്ടാണ്. അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ലെന്നേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുള്ളൂ. അറബികൾ മോശക്കാരാണ്, അറബികൾ നികൃഷ്ട ജീവികളാണ്, അറബികളെക്കാൾ നല്ലവർ നമ്മുടെ നാട്ടിലുള്ള മറ്റേ വിഭാഗമാണ് എന്നൊക്കെ പറയുന്നത് ഈ ഹദീസ് പഠിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയും ഏറ്റവും കൂടുതലുള്ള ആളുകൾ ആരായാലും ശരി, അത് അറബിയായാലും ശരി അനറബിയായാലും ശരി, അയാൾ ജീവിക്കുന്ന മണ്ണ് ഏത് നാട്ടിലായാലും ശരി, അവർക്കൊക്കെയും ഉന്നതമായ പദവി നൽകി ആദരിക്കുന്നുണ്ട്. ഈ മനുഷ്യ അവകാശ പ്രഖ്യാപനം നടത്തുകയാണ് പലരും ചെയ്യാറ്. എന്നാൽ ആ പ്രഖ്യാപനം കഴിഞ്ഞ് സൂര്യാസ്തമനവും കഴിഞ്ഞതിന് ശേഷം ഈ ലക്ഷക്കണക്കിന് ആളുകളെയും കൊണ്ട് മഹാനായ പ്രവാചകൻ പോയത് മുസ്ദലിഫ എന്ന് പറയുന്ന ഒരു വിശാലമായ ഗ്രൗണ്ടിലേക്കാണ്. ഒരു പച്ചമണ്ണിൽ കോടീശ്വരന്മാരായ ആളുകളും പട്ടിണി പാവങ്ങളും. ഇപ്പോ 2 ദിവസം മുമ്പ് അവിടെ ഈ ആളുകൾ അങ്ങനെ കിടന്നു. ശതകോടീശ്വരന്മാരുണ്ടതിൽ, ലോകത്തെ നയിക്കുന്ന രാജാക്കന്മാരുണ്ടതിൽ, പ്രമാണിമാരുണ്ടതിൽ, വലിയ വലിയ ആളുകളുണ്ടതിൽ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയിൽ മുണ്ട് മുറുക്കിയെടുത്ത് കുട്ടികളെ അത് പരിശീലിപ്പിച്ച് എങ്ങനെയൊക്കെയോ കാശുണ്ടാക്കിയിട്ട് കഅബാലയത്തിൽ പോകണം, ഈ മശ്അറുകളിൽ പോകണം, ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യണമെന്ന അടങ്ങാത്ത ദാഹം പൂർത്തീകരിച്ച പട്ടിണി പാവങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ. അവരൊക്കെയും ആ പച്ചമണ്ണിൽ ഒരുപോലെ കിടന്നു, തലമറക്കാതെ 2 തുണി മാത്രം, ഒന്നുടുക്കാനും ഒന്ന് ശരീരത്തിന്റെ മേൽഭാഗം പുതക്കാനും അത് മാത്രമായി കിടന്നുറങ്ങുന്ന മനോഹരമായ ദൃശ്യം ആണ്ടോടാണ്ട് നിർവഹിക്കുന്ന പരിശുദ്ധമായ പ്രദേശത്തിന്റെ പേരാണ് മുസ്ദലിഫ എന്നത്. അത് മനുഷ്യാവകാശം പ്രസംഗിക്കാനുള്ളതല്ല, മനുഷ്യാവകാശം പ്രബന്ധം എഴുതാനുള്ളതല്ല, മനുഷ്യാവകാശം ആളുകളുടെ സെമിനാറുകൾക്ക് വിഷയമല്ല. അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ആണ്ടിലും എന്ന് കാണിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ മക്കയിലുള്ള പുണ്യ പ്രദേശങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളൊരു തീർത്ഥാടനത്തിൽ ഒഴുകുകയാണെങ്കിൽ നമ്പർ 1 മക്കയായിരിക്കണം, നമ്പർ 2 മദീനയായിരിക്കണം, നമ്പർ 3 ബൈത്തുൽ മുഖദ്ദസ് ആയിരിക്കണം. അങ്ങോട്ട് 4ാമതൊരു ഓപ്ഷൻ അങ്ങനെ ഇല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറഞ്ഞത്. ഇതാണ് നമ്മൾ ഇത് മനസ്സിലാക്കാത്ത ആളുകൾ 4ാമത്തെയും 4000ത്തിന്റെയും ഓപ്ഷനുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് വിശ്വാസികളായ ആളുകളെ വലിക്കാൻ ശ്രമിക്കുമ്പോ അതിന് വഴങ്ങാത്ത മുവഹിദുകളായ ആളുകളോടുള്ള ഈറയാണ് പലപ്പോഴും മക്കയോടും മദീനയോടുമായി മാറുന്നത് എന്നാണ് ചില സംസാരങ്ങൾ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നത്. മക്കയിൽ നേരത്തെ നമ്മൾക്കറിയാവുന്ന പോലെ അവിടെ ഹജ്ജുണ്ടായിരുന്നു. അവർ തൽബിയത്തിലിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ആ വരിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ദീനുൽ ഇസ്ലാം വെട്ടിക്കളഞ്ഞത്. അള്ളാഹു കൊടുത്ത കഴിവുകൾ കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ചില ശരീക്കന്മാർ, വിളിച്ചു തേടാൻ ചില ഔലിയാക്കന്മാർ, ചില അമ്പിയാക്കന്മാർ ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിൽ അങ്ങനെ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞ തൗഹീദിന്റെ സന്ദേശമാണ് ഈ ദിവസങ്ങളിൽ ഒക്കെയും അവിടെ മുഴങ്ങിയത്. ആണ്ടിൽ 365 ദിവസവും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ആവേശപൂർവ്വം ഉരുവിട്ടുകൊണ്ട് ലക്ഷക്കണക്കായ ആളുകളാണ് ഈ പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അവർ അറഫ മൈതാനിയിൽ ചെന്നപ്പോ അവിടെ പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു തേടുകയില്ല, ഞങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ നേർച്ച അർപ്പിക്കുകയില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാതെ കുമ്പിടുകയില്ല, സുജൂദ് ചെയ്യുകയില്ല. ഞങ്ങളുടെ സകല കർമ്മങ്ങളും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന തൗഹീദിന്റെ കറകളഞ്ഞ ആശയമാണ്. കുറച്ചുകൂടി അവർ സഫയുടെ അടുത്തും സഫയുടെ കുന്നിലും മർവയുടെ മുകളിലും ചെന്നെത്തിയപ്പോ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വദായിൽ അല്പം വികാരാതീതനായി പറഞ്ഞ ഒരു മന്ത്രം ഉച്ചരിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന ഒരു മുദ്രാ
മുദ്രാവാക്യം കണക്കെ അവരിങ്ങനെ ഏറ്റുപറയും. അതൊരു പ്രതിജ്ഞയും അതൊരു ആവേശ പ്രഖ്യാപനവും അതൊരു കൂലി കിട്ടാൻ വേണ്ടിയുള്ള ദിക്റുമായി മാറുകയാണ്. അത് ജീവിതമാക്കി മാറ്റുന്ന മുവഹിദുകളാണ് കഅബാലയത്തിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ കഅബാലയത്തിൽ പോകുമ്പോ അള്ളാഹു അല്ലാത്തവരെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന പ്രതിഷ്ഠിച്ചിരുന്ന ആളുകൾ കഅബാലയത്തിൽ പോയി തിരിച്ചു വരുമ്പോ അതല്ലാതായി മാറുന്ന കാഴ്ച പൗരോഹിത്യം ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, വൈദ് ബവ്വഇനാ ഇബ്രാഹിമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക ബി ഷൈഅൻ വതഹിർ ബൈതി ലിത്വായിഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ് എന്ന് പറയുമ്പോൾ അല്ലാ തുശ്രിക് ബി ഷൈഅൻ എന്നൊരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ഇബ്രാഹിം നബിക്ക് ഈ സ്ഥാനം നാം നിർണയിച്ചു കൊടുത്തത് മുവഹിദുകളായ ഒരു പറ്റം ആളുകളെ ഉണ്ടാക്കാനാണ്, ശിർക്ക് വിഭാവനം ചെയ്യാൻ വേണ്ടിയാണ്. ആ പ്രദേശമാണ് മക്ക എന്ന് പറയുന്ന പ്രദേശം. ഇന്ന ഹാദൽ ബലദ് ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ് വഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഈ പ്രദേശങ്ങൾ ഹറമുകളായി തന്നെ തുടരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കുകൂടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ സന്ദർഭത്തിൽ മക്കയിൽ ആരുമില്ല. മക്കയിൽ ഒരു മാതാവും ഒരു മകനും മാത്രമേ ഉള്ളൂ. ആ മകനും മാത്രമുള്ള ഒരു ആളില്ലാത്ത, സംസ്കാരങ്ങളില്ലാത്ത, നാഗരികതകളില്ലാത്ത, ജനവാസമില്ലാത്ത ഒരു പ്രദേശം. ആ പ്രദേശത്തെ അങ്ങനെയുള്ള ഒരു പ്രദേശം, പിന്നാക്കം നിൽക്കുന്ന, വികസനങ്ങളില്ലാത്ത ഒരു പ്രദേശം. ആ പ്രദേശത്തിന് വേണ്ടി വിശ്വാസികൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ആദ്യം വേണ്ടത് നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു മണ്ണാണ്. ഈ നിർഭയത്വം ഈ നാടിനുണ്ടാകണമേ എന്ന് ഞാനും നിങ്ങളും ഇബ്രാഹിമിന്റെ മില്ലത്തിൽ ജീവിക്കുന്ന ആളുകൾ, ജീവിക്കുന്ന നാട്, ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ മണ്ണ്, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം, നമ്മളുടെ ജില്ല, നമ്മുടെ പ്രദേശം ഒക്കെയും ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റാൻ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട്. സമാധാനപൂർവ്വം കഴിഞ്ഞു പോകുന്ന ഒരു മണ്ണാക്കി നമ്മുടെ ഈ രാജ്യത്തെ മാറ്റിയണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന മുവഹിദുകളായ ആളുകൾക്ക് മാത്രം നീ നല്ല റിസ്ക് നൽകണമേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ആ മഹാനായ പ്രവാചകനോട്, അല്ല ഇബ്രാഹിം, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഖാല വമൻ കഫർ, വിശ്വാസികളെന്ന് അവിശ്വാസികളെന്ന് ഒരു വകതിരിവ് ഈ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോ, ഒരു നാടിന്റെ സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുമ്പോ ഉണ്ടായിക്കൂടാ. ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും എന്ന് പറയണം എന്ന്. അങ്ങനെ നാടിന്റെ മൊത്തം വികസനത്തിന് വേണ്ടി, നാടിൽ മനസ്സമാധാനം ഉണ്ടാവാൻ വേണ്ടി, മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള മതസൗഹാർദ്ദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പെടാപ്പാട് പേടുന്നുണ്ട് ഈ ദീനിന്റെ ശത്രുക്കളായ ആളുകൾ. അവർ പുതിയ ചേരികൾ തീർക്കുന്നുണ്ട് മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി. എന്തിന്? സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഈ കേരളം എന്ന ഒരു കൊച്ചുതിരുത്ത്, സ്നേഹത്തിന്റെ കൊച്ചുതിരുത്ത് അങ്ങനെയല്ലാതെയാക്കി മാറ്റിയാൽ പലർക്കും അതിൽ ലാഭമുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തവരുടെ പിന്മുറക്കാർ നമ്മൾ. ഈ പറയുന്ന ആളുകളാരുമായിരുന്നില്ല. നമ്മുടെ വല്ലിപ്പമാരായ ആളുകളാണ് അതിന് മുമ്പിൽ നിന്ന് കൊടുത്തത്. ഈ നാട് ഇങ്ങനെയാക്കാൻ പണിയെടുത്തത് അവരാരുമായിരുന്നില്ല, നമ്മുടെ വല്ലിപ്പമാരായ ആളുകളായിരുന്നു അത്. ഈ രാജ്യം ഇതുപോലെ സമാധാനത്തോടെ മുമ്പോട്ട് പോവാൻ മുമ്പിൽ നിൽക്കേണ്ടത് അവരാരുമല്ല. അവരെക്കാൾ ഉത്തരവാദിത്വം, അവരെക്കാൾ അർഹത ആ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും നാം ഉൾക്കൊള്ളുന്ന ഈ മതവിഭാഗത്തിനുമാണുള്ളത് എന്ന് സഗൗരവം ഈ ഈദിന്റെ സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും എല്ലാ ആളുകൾക്കും ഉണ്ടാവണം. ആ എല്ലാ ആളുകൾക്കും ഉണ്ടാവാൻ മുസ്ലിം സമൂഹം മുമ്പിൽ നിന്ന് പോരാടും എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ആർക്കൊക്കെ ഇഷ്ടമായാലും ശരി, ആർക്കൊക്കെ ഇഷ്ടമില്ലാതായാലും ശരി, അതിന്റെ പേരിൽ രക്തസാക്ഷിത്വത്തിന്റെ ഭീഷണിയുമായി നമ്മുടെ മുമ്പിൽ ആര് ഒന്നും കാര്യമില്ല. ഇത് ഈമാനാണ്, ഇത് വിശ്വാസമാണ്, ഇത് അള്ളാഹുവോടുള്ള ബാധ്യത തീർക്കലാണ് എന്ന് വിശ്വാസികൾക്ക് ശാന്തമായി പറയാനാവണം. അങ്ങനെയുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ത്യാഗപൂർണമായ ഈ ജീവിതം കടമെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ആവണം, നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കുമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദ്ഗാഹിൽ കലക്ഷൻ എടുക്കുന്ന പോലെ നമ്മൾ ഇന്നും ഒരു കലക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണ് ആ കലക്ഷൻ.
ഉപയോഗിക്കുക. പിന്നെ ഇതിന് നേരെ പിന്നിൽ ഉളുഹിയത്തിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും അല്ലാത്ത ആളുകളുമൊക്കെ അതിൻ്റെ സംരംഭത്തിന് കൂടെയുണ്ടാവണം എന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന ഒരു മണ്ണായി നമ്മുടെ നാടിനെ മാറ്റി തീർക്കുമാറാവട്ടെ. സർവശക്തനായ തമ്പുരാൻ്റെ മണ്ണിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ, നിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന് വേണ്ടി വന്നെത്തിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് സാക്ഷാത്കരിച്ച് തിരിച്ചു വരാൻ നീ അവസരമൊരുക്കി കൊടുക്കണമേ തമ്പുരാനെ. സമാധാനപൂർണ്ണമായി മാതൃകാപരമായി ആ ദൗത്യം നിർവഹിക്കാൻ പെടാപാടുപെട്ട ആയിരക്കണക്കിന് വളണ്ടിയർമാർ, ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, പട്ടാളക്കാർ, അവർക്കൊക്കെയും നേതൃത്വം നൽകുന്ന ഈ രണ്ട് ഗേഹങ്ങളെയും സംരക്ഷിക്കുന്ന ഉന്നതരായ ഭരണാധികാരികൾ, അവിടുത്തെ രാജകുടുംബം, അല്ലാഹു സുബ്ഹാനഹു സർവശക്തനായ തമ്പുരാനെ അവർക്കൊക്കെയും അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങളെ താങ്കളുടെ നാട്ടിൽ ദീനിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ആ സമ്പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചയക്കണമേ നാഥ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്കും ആ സംഗമഭൂമിയിൽ വരാൻ നീ അവസരം തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗമായി കിടക്കുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായി തീർത്തുനിന്ന ആളുകൾക്ക് നീ ആശ്വാസം പകർന്നു കൊടുക്കണമേ നാഥ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരിമാരായ ആളുകൾ, അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും പലരോടും പങ്കുവെക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ കടിച്ചിറക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവർക്ക് മനസ്സിന് പൂർണ്ണമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, അവരെയും ഞങ്ങളുടെയും പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل الله منه. എല്ലാം കൊടുക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ തോലൊളിക്കുമ്പോൾ തന്നെ ഈ ഉദയത്തിൻ്റെ അടുത്തെത്തണം. ഞാനേ പിന്നെ ഉദയത്തെ തോലൊളിക്കുമ്പോഴെങ്കിലും ഞാൻ എത്തണം. ഞാൻ അവിടെ പോകുന്ന ബുദ്ധിമുട്ടാവും. കുറേ സമയത്ത് ഞാൻ സ്പീഡ് പോകണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോ? പിന്നെ ഒന്ന് ശരി ശരി. പനിയോ? എന്നെ ശ്രദ്ധിക്കണം. ഈ മഞ്ഞപ്പിത്തം